എല്ലാവർക്കും നമസ്കാരം. നല്ല രുചിയുള്ള ഒരു മാങ്ങാച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 4 മീഡിയം സൈസുള്ള മാങ്ങ നന്നായി കഴുകി വൃത്തിയാക്കി തൊലിയോടുകൂടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ഉപയോഗിക്കാം. 2 കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. 1.5 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് നന്നായി പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്കൊരു 5 പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർക്കാം. 10 മുതൽ 15 വരെ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കശ്മീരി മുളക് പൊടിയാണ്. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. തീ ഓഫ് ചെയ്തിട്ട് ഇത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ തീ കുറച്ച് സിമ്മിലിട്ടതിന് ശേഷം ഇത് ചെയ്തെടുക്കാം. നമ്മൾ ചേർക്കുന്ന പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാനാണ് തീ ഓഫ് ചെയ്യുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാം. ചെറിയ തീയിലാണ് കീപ്പ് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ലപോലെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ 1/4 കപ്പ് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതൊന്ന് തിളപ്പിച്ചെടുക്കണം. 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മിക്സ് തിളച്ച് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കണം. ഇത് അത്യാവശ്യം പുളി കുറഞ്ഞ മാങ്ങയാണ്, അതുകൊണ്ടാണ് 1/4 കപ്പ് വിനാഗിരി ചേർത്തത്. പുളിയുള്ള മാങ്ങയ്ക്കനുസരിച്ച് വിനാഗിരിയുടെ അളവ് നമുക്ക് കുറയ്ക്കാം. പുളി ഓൾറെഡി മാങ്ങന്ന് ഇറങ്ങിക്കോളും. ഇതധികം പുളി ഇല്ലാത്ത മാങ്ങയാണ്. മാങ്ങ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അങ്ങനെ അടച്ച് വയ്ക്കുമ്പോൾ ആ മാങ്ങയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പും എല്ലാം നന്നായിട്ട് ഇതിലേക്കൊന്ന് പിടിച്ചു കിട്ടും. ചെറിയ തീയിൽ 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒരു എയർ ആയിട്ടുള്ള കണ്ടെയ്നറിലോ കുപ്പിയിലോ ഇട്ട് ഇത് നമുക്ക് സൂക്ഷിക്കാം. പുറത്ത് തന്നെ വയ്ക്കാം, ചീത്താവില്ല. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാനാണെങ്കിൽ കുറച്ചധികം നാൾ നമുക്ക് സൂക്ഷിക്കാം. ഇത് വെക്കുന്തോറും ഇതിലേക്കുള്ള ആ ഒരു ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് കിട്ടും. തയ്യാറാക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നോക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പോ പുളിയോ മധുരമോ ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും വിനാഗിരിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് വിളമ്പാട്ടോ. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.